കുത്തട്ടെ കുത്തട്ടെ. ഓക്കെ വേനച്ചോ? ഏയ് ചാ ആ എന്താ ഇവിടെ വന്നിക്കണേ? ഞാൻ ഈ കാശിന്റെ കാര്യമൊക്കെ ആലോചിച്ചു. ഞാൻ എവിടെയൊക്കെ തേടിന്നോ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താ? ഒരു 3-4 ദിവസത്തെ വർക്ക് വന്നിട്ടുണ്ട്. പടത്തിന്റെയാ? ആ എൻ്റെ അല്ല, വേറൊരാളുടെ സ്ക്രിപ്റ്റ് വെക്കാം. അത് ശരി. കാശൊക്കെ കിട്ടുവോടാ? ഉണ്ണിയേട്ടനൊരു 70,000 രൂപ ഒപ്പിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ നമുക്ക് പ്രൈവറ്റിൽ തന്നെ ചെയ്യാലോ. അത് നന്നായി. തിരുവനന്തപുരത്ത് തന്നെയാ, പക്ഷേ കാലത്ത് പോകണം. പോയാൽ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എടാ, നീ പോകുമ്പോ നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. സരോജും കൂടെ അവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ. ഞാൻ പിന്നെ താഴെ ഒറ്റയ്ക്ക് കിടന്നോളാം. ശരി, ഞാൻ പോട്ടെ. ശരിയടാ. ഹലോ. ആ അതെ അതെ അതെ, എന്നാ ചേച്ചി കൊണ്ട് വരാൻ. ചേച്ചി പുഷ്പമ്പോ. ആ ഹലോ. ഒരു കവറ് മാവും 1/2 കിലോ പഞ്ചാര. ബാക്കി നീ എടുത്തോളി. സരോജവും വരുമ്പോഴും കൂടെ മേളില. രാത്രി വാതിൽ തുറന്നിട്ടേക്കണം. ഞാൻ വരും. ഞാൻ വരുമെന്നേ. പരമാനം സരസ്വതീ പരവതിയിലെഴുതാമോ? പുഷ്പു, പറ്റിച്ചു കളഞ്ഞല്ലോ.
ഉള്ള പല്ല് നമുക്ക് റെസ്റ്റോർ ചെയ്യാം. നമുക്ക് പല്ലെടുക്കാതെ കേടായ പല്ല് ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പള്ളിത്തെത്തൊന്ന് കാണിക്കുന്നത് പഴയ മെറ്റൽ, നമ്മൾ സിൽവർ മെറ്റൽ വെച്ചിട്ട് പിന്നെ ഓട്ടപ്പുല്ല് പല മെറ്റീരിയൽ നടക്കൂല. കാണുന്നത് പോയത് ടൂത്തിൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ കണ്ടോക്കാം. സാറേ, നമ്മുടെ ഫൈനൽ ആ ഒരു സീനിൽ സുബൈദ എന്നുള്ള നമ്മുടെ നായിക തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഫാമിലിയൊക്കെ ആ ഒരു ഡിസ്കഷനിൽ നമ്മുടെ മെയിൻ ആക്ടേഴ്സൊക്കെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഷോട്ട് വെച്ചാണ് നമ്മൾ പടം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തോന്നി? കൊള്ളാം. താങ്ക് യു സർ, താങ്ക് യു. ഗുഡ് ഗുഡ്. എന്നാ പിന്നെ ഈ സ്ക്രിപ്റ്റ് ഒരു കോപ്പി എടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ സർ, ഓക്കെ ഐശ്വര്യമായിട്ടങ്ങ്. ഓക്കെ ഓക്കെ താങ്ക് യു. ചെക്ക് കാറിലിരിക്കുകയാണ്, എടുത്തിട്ട് വന്ന് തരാം. ആ ശരി ശരി, ഞാനിവിടെ തന്നെ വരും. ശരി, ഇപ്പോൾ വരാം. ഇപ്പോൾ വരാം. ഓക്കെ. ആ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ അവർ ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ പറയാണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആ അല്ല, അവർ മറ്റേ ചെക്ക് ബുക്കും വരുന്ന സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് മറന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് എടുക്കാൻ പോയിക്കാം. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കണമല്ലോ. ആ ചേട്ടാ ചേട്ടാ ചേട്ടാ, അവർ വന്നു തോന്നുന്നു. ഞാനിപ്പോൾ പോയി അറ്റൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ സാറേ, പേയ്മെന്റ് അടച്ച അരമണിക്കൂറിനകത്ത് അപ്പാർട്ട്മെന്റ് ചെക്കൗട്ട് ചെയ്യുന്നു. ചെക്കൗട്ടോ? ചേട്ടാ തെറ്റിയായിരിക്കും. അല്ല സാർ, അവർ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. സാർ ഇറങ്ങിയിട്ട് വേണം റൂം ക്ലീൻ ചെയ്യാൻ. പറയാൻ കാരണം എടുത്തു പറയാൻ കാരണം നല്ലൊരു ഉദാഹരണം ഈ പശ്ചാത്തല സംഗീതത്തിന് സാധാരണ ഏതെങ്കിലും വൈകാരിക. എടാ, ഞാൻ അവരെ കുറെ തവണ വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ടേക്ക് വാ. കാർത്തി, ആ മതി. ശരി എന്നാ. മോളെ ഫോൺ അടിക്കുന്നു, നീ ഒന്ന് പോയി എടുത്തേ. ഹലോ, ആ അമ്മ പറയണം. ഓ വന്നൂടാ, ഇരിക്കുന്നു. കുഴപ്പമില്ല, അവൻ്റെ കയ്യിലിരിക്കുന്നു. മോൻ എന്താ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയിട്ട് വന്ന ശേഷം മോത്താകെ ഒരു വിഷമം? ഒന്നുമില്ല മോനെ, അമ്മ പറയുന്ന മോനെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പുഷ്പമ്മയുടെ മോൻ ബൈജുവിനെ മോനൊന്ന് പോയി കാണണം. ഞാൻ അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതിന് അയാളെ പോയി കാണുന്നു. അതൊരാവശ്യമുണ്ട്. എന്താ? ഞാനേ അപ്പുറത്ത് റോഡിൽ കിടന്ന് കറങ്ങായിരുന്നു. ഈ ഏരിയ വലിയ പിടിയില്ല. റാം, അതെ, അമ്മ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത് എനിക്കറിയില്ലായിരുന്നു. എന്നാലേ നിനക്ക് മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കി നാട്ടുകാർക്ക് മൊത്തം അറിയാം. ചേട്ടാ, ഞാനേ ഞെട്ടല്ല ചേട്ടാ. വയസ്സായ ആളല്ലേ, അതിൻ്റെ വല്ലതും. വയസ്സായതൊന്നുമല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങേര് ഈ പ്രായത്തിൽ കഴപ്പാണ്. ഈ പ്രായത്തിൽ അങ്ങേർക്ക് കിട്ടുന്നവരെ മുഴുവൻ കളിക്കണം.
അങ്ങേര് വരെ നാട്ടിലൊരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ചേട്ടാ ഒന്ന് വിട്, ഞാൻ മാപ്പ് വയ്ക്കാം. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് ഇതിന് മുമ്പ് അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ റാമിൻ്റെ അമ്മയുടെ മോഹനിട്ടാ ഞങ്ങളത് പ്രശ്നമാക്കാറ്. ഒന്നാമത്തെ കാര്യം, അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിനക്കറിയാലോ. നിന്റെ ഈ തന്ത കാണിക്കുന്നതുകൊണ്ട് നാളെ ഒരു ചീത്തപ്പേരുണ്ടായാലും ഞങ്ങൾ മക്കൾക്ക് അതൊരു പ്രശ്നമാണ്. പെണ്ണ് കേസിലെ വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ദൂരെ പോയി ഒപ്പിക്കണം. ഇവയൊക്കെ സ്ഥലകാല ബോധമല്ല, അതിൻ്റെ കുഴപ്പമാണ്. ചേട്ടാ ഒന്ന് വെട്ടുകളാ, ഇനി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എടാ, നിന്നെ അറിയിക്കാതെ നിന്റെ അച്ഛനമ്മ ഇത്ര നാൾ കൊണ്ടു നടന്നില്ലേ? ഇതിപ്പോൾ 2-3 ദിവസമായി നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ നടക്കണം. ഇപ്പോഴാണ് നിനക്ക് പറ്റണം. ചേട്ടാ ഞാനൊരു വർക്കിലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടാ. ഇന്ന് കാലത്ത് ഒരു പേപ്പർ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു. നീ വരാത്തോണ്ട് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തു. കൊടുത്തെന്നാ? കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ കേസൊന്നും ആക്കാതെ നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തോടെ? ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചവരും മേളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാ ഞാനിപ്പോൾ കൊണ്ട് കൊടുത്തു. അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അപ്പൊ സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? അതെ, അങ്ങനെ നടക്കട്ടെ. നിങ്ങളോട് എന്ത് പറയാ?